നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ പിതാവേ, തിരുനാമത്തെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. നിലയേറിയ കൃപകൾക്കായി സ്തോത്രം. അത്യുന്നതനായി ആദ്യനും അന്തിനും ഞങ്ങളുടെ വീണ്ടെടുപ്പ്, ഞങ്ങളുടെ നീതീകരണമായിരിക്കുന്ന ദൈവത്തോടു കൂടെ ഒരു കൂട്ടായ്മ നൽകിയല്ലോ. കൂട്ടിവരുത്തി ജനത്തിനായ സ്തോത്രം. ഇനിയും കടന്നു വരാനുള്ള കർത്താവെ നീ കൂട്ടിവരുത്തുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. യൂട്യൂബിലൂടെ കേൾക്കുന്ന ജനത്തെയും അനുഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഈ പരിസരത്തെ, ഈ ശബ്ദം കടന്നേറുന്ന പരിസരങ്ങളെ, വ്യക്തികളെ, അവരുടെ തലമുറകളെ, അവർ ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളെ എൻ്റെ പ്രാശ്ചിത്യം ഏതുമായിട്ട് സാങ്ക്ടിഫൈ ചെയ്യുന്നു. മഹത്വം ക്രൂശിനെ കരറ്റുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ സ്തോത്രം. വീണ്ടും വരുന്നവനായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അതിശ്രേഷ്ഠമായ നാമത്തിൽ വീണ്ടും ഒരു കൂട്ടായ്മ കർത്താവ് നമുക്ക് നൽകി. ക്രിസ്തുവും അവൻ്റെ ശരീരമായിരിക്കുന്ന സഭയുമായിട്ടുള്ള ബന്ധം എന്ന വിഷയത്തിൽ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന, ചില നാളുകളെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വിഷയമാണ്. അതിൻ്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ ഏകദേശം നമ്മൾ ചിന്തിച്ചു. ഇനി വ്യക്തിപരമായിട്ടും ചർച്ചുമായിട്ടുള്ള കാര്യങ്ങളാണ് കുറച്ച് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത്. അതിനകത്ത് കഴിഞ്ഞൊരു 2 ആഴ്ചയായിട്ട് നമ്മൾ ചിന്തിച്ചുകൊണ്ടൊരു വിഷയമായിരുന്നു. അതായത് നമ്മൾ ബേസിക് കാര്യങ്ങളൊക്കെ നമ്മൾ ചിന്തിച്ചു. നമ്മൾ ആരായിരുന്നു? എഫെസ്യ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 10 വായിക്കുന്നതോടെ നമ്മൾ വായിക്കുമ്പോൾ ക്രിസ്തുവുമായിട്ടോ അല്ലെങ്കിൽ ന്യായപ്രമാണത്തിലോ അല്ലെങ്കിൽ ക്രിസ്തുവിലുള്ള വാക്തത്വങ്ങളുമായിട്ട് യാതൊരു ബന്ധമില്ലാത്തതും ലോകത്തിൽ ദൈവമില്ലാത്തവരുമായിരുന്നു. എഫെസ്യൻ ചാപ്റ്റർ 2-ാം അധ്യായത്തിന് നമ്മൾ വായിക്കുമ്പോൾ ആകാശത്തിലെ അധികാരത്തിന് അനുസരണക്കേടിൽ മക്കളെ വ്യാപരിക്കുന്ന ആത്മാവിന് അധിപതിനിയായവനെയും അനുസരിച്ച് നടന്നു. മനോനിരൂപണങ്ങൾക്കും എല്ലാം നമ്മൾ ഇഷ്ടമായതുള്ള ചെയ്ത് ലോകത്തിൽ മറ്റുള്ളവരെ പോലെ ശിക്ഷയ്ക്ക്, ദൈവകോപത്തിന് അർഹരായിരുന്നു. ഇതായിരുന്നു നമ്മുടെ പ്രീവിയസ് അവസ്ഥ. നമ്മൾ ഏത് കുടുംബത്തിൽ ജനിച്ചെന്നോ, എത്ര മോറലായിട്ട് ജീവിച്ചെന്നോ, ഏതെല്ലാം ആയിരുന്നാലും ക്രിസ്തുവിൽ വീണ്ടും ജനിക്കാത്തടത്തോളം, ദൈവ കുടുംബത്തിൽ ജനിക്കാത്ത ഏതൊരു വ്യക്തിയെ സംബന്ധിച്ചോളം അങ്ങനെ തന്നെയാണ്. എന്നിട്ട് പറയാണ്, കരുണാസമ്പന്നനായ ദൈവമോ, ദാറ്റ് മീൻസ് ദ ഗ്രേസ് ഇസ് ഫസ്റ്റ്. എന്നെ അയച്ചു പിതാവ് ആകർഷിച്ചിട്ടല്ലാതെ ആർക്കും എൻ്റെ അടുക്കൽ വരുവാൻ സാധ്യമല്ല. അവൻ്റെ അടുക്കൽ വന്നവനെ ഒടുക്കത്തെ നാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കത്തക്കവണ്ണം അവന് വിശുദ്ധനായിരിക്കുന്നത് പോലെ വിശുദ്ധരാക്കിയെടുക്കുന്നുള്ള ഒരു ഡ്യൂട്ടിയാണ് ക്രിസ്തുവിൻ്റെ മേലുള്ളത്. അതിൻ്റെ ശുശ്രൂഷക്കാരായിട്ടാണ് ഞങ്ങളൊക്കെ നിയമിച്ചിരിക്കുന്നതും. ആ പിതാവ് ആകർഷിച്ചിട്ട് തന്നെയാണ് നിങ്ങളിപ്പോൾ ഇത് കേൾക്കുന്നതും നിങ്ങളായിരിക്കുന്നതും. സ്തോത്രം. അപ്പോൾ നമ്മൾ കേൾക്കുന്ന വചനങ്ങളിൽ ഇത് നമ്മൾ അടിസ്ഥാനമായിട്ട് പറഞ്ഞു, തന്നെ ഏക ശരീരമായിട്ട് ദൈവത്തോട് നിരപ്പിപ്പാൻ തന്നെ അവൻ ക്രൂശിച്ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ മുഖാന്തരം സമാധാനം ഉണ്ടാക്കി. എന്ത് സമാധാനം? നമ്മുടെ ഈ ലോകത്തുള്ള സമാധാനമല്ല, ദൈവത്തോടുള്ള സമാധാനത്തിൽ നമ്മൾ അകന്നു പോയവരായിരുന്നു. കാരണം പാപമാണ് നമ്മളെ ദൈവത്തിൽ നിന്ന് അകറ്റിയത്, ദ ഒറിജിനൽ സിൻ. അപ്പോൾ അതിനൊരു പരിഹാരം വരുത്താത്തോളം, പ്രായശ്ചിത്വം വരുത്താത്തോളം ഒരു മതത്തിന് ഉപദേശിക്കാൻ യോഗ്യതയില്ല. ക്രിസ്തുവിൻ്റെ പ്രായശ്ചിത്വം കൂടാതെ ദൈവത്തോട് നിരക്കുവാൻ ഒരു മനുഷ്യന് സാധ്യമല്ല. ഇതാണ് ക്രിസ്ത്യാനിറ്റിയുടെ, ഒറിജിനൽ ക്രിസ്ത്യാനിറ്റിയുടെ മഹത്വമായ കാര്യം. സ്തോത്രം. ഏത് മതം എങ്ങനെ പഠിപ്പിച്ചാലും പ്രായശ്ചിത്വം കൂടാതെ മനുഷ്യൻ്റെ പാപം ക്ഷമിക്കാൻ ദൈവത്തിന് സാധ്യമല്ല. അപ്പോൾ അവന് ക്രൂശിച്ചൊരിഞ്ഞ രക്തം കൊണ്ട് സമാധാനമുണ്ടാക്കി, ഭൂമിയിലുള്ളതാട്ടെ സ്വർഗത്തിലാട്ടെ, അവന് മുഖാന്തരം തന്നോട് നിരപ്പിപ്പാൻ ദൈവത്തിന് പ്രസാദം. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ചിന്തിച്ചു. ഇങ്ങനെ ചിന്തിച്ചിട്ട് അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഈ അവസ്ഥയിലേക്ക് വന്നിരിക്കുന്നത്? ഒരു ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ്. ഇതൊക്കെ നമ്മൾ ചിന്തിച്ചു വന്നതാണ്. എന്നിട്ട് പറയുകയാണ്, നമ്മളെ ക്രിസ്തുവിൽ എപ്പോഴും ജയോത്സവമായി നടത്തും. ആ ക്രിസ്തുവിലുള്ള ജീവിതം പ്രസംഗിക്കുകയും, അതായത് ക്രൂശിക്കപ്പെട്ടവനെ ക്രിസ്തുവിനെ പ്രസംഗിക്കുകയും അവന് ജീവിതത്തിൽ കൂടെ വെളിപ്പെടുത്തുകയും ചെയ്യുമ്പോൾ അവനെക്കുറിച്ചുള്ള വചനമല്ല വെളിപ്പെടുത്തുന്നത്, ജീവിക്കുന്നവനായ ക്രിസ്തുവിനെ, പാപത്തിൽ നിന്ന് രക്ഷിക്കുന്നവനായ ക്രിസ്തുവിനെ, അവൻ തന്നെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കുകൊണ്ട് അവന് യേശു എന്ന് പേരിടണം. മഹാദൈവം എന്ന ക്രിസ്തുവിനെ, വീരനാം ദൈവം എന്ന ക്രിസ്തുവിനെ, മരണത്തിൻ്റെ പാതാളത്തിന് താക്കോലുള്ളവനായ ക്രിസ്തുവിനെ, വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവിടെ മേൽ ജയഘോഷം കൊണ്ടാടിയ ക്രിസ്തുവിനെ, അവയെ പരസ്യ കോലമാക്കി ക്രിസ്തു. ഇങ്ങനെ അനേക റിലേഷൻ ഓരോ വ്യക്തിക്കും. സഭ എന്ന് പറയുമ്പോൾ ഡിനോമിനേഷൻസ് അല്ല, ഇന്ന് കാണുന്ന കൂട്ടങ്ങളല്ല, ഓരോ വ്യക്തിയും അത് ഇന്ന് ടാൻജിബിൾ അല്ല, ഇൻവിസിബിൾ ആണ്. ഓരോ വ്യക്തിയിലും ഇത് നടക്കുന്നത്. ഓരോരുത്തരെയും ഇതേ റിലേഷൻസിൽ കൂടെ ക്രിസ്തുവുമായിട്ട് നിരപ്പിക്കുന്ന, ക്രിസ്തുവുമായിട്ട് ഒന്നാക്കി ചേർക്കുന്ന, അവരെ തികഞ്ഞവരാക്കി തീർക്കുന്ന ശുശ്രൂഷയാണ് യഥാർത്ഥ ശുശ്രൂഷ. ആ ശുശ്രൂഷ ചെയ്യുമ്പോൾ പോള് പറയാണ്, രക്ഷിക്കപ്പെടുന്നവരുടെയിലും
നശിക്കുന്നവരുടെ ഇടയിലും ഞങ്ങൾ ദൈവത്തിന് ക്രിസ്തുവിൻ്റെ സൗരഭ്യവാസനയാണ്. ഉപദേശം മാത്രമല്ല, അത് ജീവിതത്തിൽ കൂടെ വെളിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ദൈവത്തിൻ്റെ മുമ്പിൽ ക്രിസ്തുവിൻ്റെ സൗരഭ്യവാസന വെളിപ്പെടുകയാണ്. അത് ചിലവർക്ക് ജീവനിൽ നിന്ന് ജീവനിലേക്കുള്ള വാസനയായി മാറുന്നു. കാരണം അവരത് കേട്ട് സന്തോഷിക്കുന്നു, അനുസരിക്കുന്നു, അവരുടെ ജീവിതത്തെ അവർ അഡോപ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഈ ക്രിസ്തുവിനെ അനുഭവിച്ചറിയണം, അങ്ങനെയാണെങ്കിൽ എനിക്കും മരണത്തിന് പാതാളത്തിൽ താക്കോലുള്ള ക്രിസ്തുവിനെ അനുഭവിക്കണം, അങ്ങനെയാണ് യേശുവിനെ എനിക്ക് അനുഭവിച്ചറിയണം. തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കുന്നവനെ എന്നിൽ വസിച്ചുകൊണ്ട് പാപത്തിന് ടെംപ്ടേഷൻസ് വരുമ്പോൾ എന്നെ അതിന് ഓവർകം ചെയ്തൊക്കെ വേണം അവൻ്റെ പുനരുദ്ധാന ശക്തി എന്നെ തന്നു. സ്തോത്രം. അപ്പോൾ പാപത്തിൻ്റെ ടെംപ്ടേഷൻസ്, അതിൽ പദബലത്തിൽ ആ പാപം എന്ന് പറയുമ്പോൾ നമുക്ക് എപ്പോഴും ചെന്ന് വരുന്നത് മോറൽ സിൻസ് ആണ്. ഞാൻ ഇതിൻ്റെ അവസാനം ചെറിയ കുറച്ച് ഡീറ്റെയിൽസ് തരുന്നുണ്ട്. എങ്ങനെയാണ് നമ്മെ ക്രിസ്തുവിൽ നിന്ന് അകറ്റി കളയുന്ന കാര്യങ്ങൾ വരുന്നത്. അത്തരം ടെംപ്ടേഷൻ സംസാര മോഹങ്ങളിൽ കൂടെ, ചിന്തകളിൽ കൂടെ ഒക്കെ വരുമ്പോൾ തന്നെ നമ്മളിൽ നിന്ന് ഒരു ശക്തി നമ്മെ അതിന് രക്ഷിക്കുന്നത് കാണാം. അതാണ് യേശു എന്ന് പറയുന്നത്. യേശു എന്ന് പറയുന്നത് ഒരു റിലേഷനാണ്, ഒരു വ്യക്തിത്വത്തിൻ്റെ പേരല്ല. ഇത് നമ്മുടെ യേശു യേശു എന്ന് പറഞ്ഞ ആ വ്യക്തിത്വ പേര് കാണുന്ന അവൻ്റെ പേര് പറഞ്ഞൊരു മോശയ്ക്ക് വെളിപ്പെടുത്തുന്നതാണ് യാഹ്വേ, ഞാനാകുന്നവൻ. ആവശ്യത്തിൽ കിടക്കുന്നില്ല. അപ്പോൾ അങ്ങനെ ജീവിതത്തിൽ കൂടി ഉപദേശത്തിൽ വരുമ്പോൾ മറ്റു പലവർക്കും അത് മരണത്തിലേക്കുള്ള വാസന. ഇസ്രായേലിനെ പഠിച്ചു നോക്കാം. ഇസ്രായേൽ നമ്മുടെ മിററാണ് അവര്, നമ്മുടെ മിറർ അവര്. ഓരോ അവസരത്തിൽ ദൈവം തന്നെ അവരെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഇത് ദുശാഠ്യമുള്ള ജനമെന്ന് ഞാൻ അറിയുന്നു. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന മനുഷ്യരുടെ ഹൃദയം ദുഷ്ടത നിറഞ്ഞെന്ന് അറിയുന്നു. എന്നിട്ടും ദൈവം തൻ്റെ പുത്രനെ കൂടെയുള്ള ആ രക്ഷാകര പദ്ധതിയെ ഘട്ടം ഘട്ടമായിട്ട് റിവീൽ ചെയ്ത് അക്കംപ്ലിഷ് ചെയ്ത് അവനെ മരിച്ചവിടെ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച്, പ്രായശ്ചിത്തമായി തീർന്നതിന് ശേഷം മരിച്ചവിടെ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചുകൊണ്ട് ആ ജയത്തിന്റെ ഘോഷം പറയുകയാണ്. അവനെ വിശ്വസിക്കുന്നവന് നമ്മുടെ കഴിവിലല്ല, ആ ക്രൂശിൽ നേടിയ ജയത്തിന്റെ അവകാശികളാക്കി നമ്മളെ പങ്കാളികളാക്കുകയാണ് ചെയ്യുന്നത്. അവിടെ എല്ലാത്തിനെയും ജയിച്ചോ, ഇറ്റ്സ് ഫിനിഷ് എന്ന് പറഞ്ഞ് തുടർന്ന് നമുക്കൊന്നുമില്ല. ഇന്ന് നമ്മൾ പഠിച്ചല്ലോ, വാക്യം പറഞ്ഞല്ലോ, അവരിൽ ആശ്രയിച്ചിട്ട് അവങ്ങളുടെ വിശ്വാസത്താൽ നമുക്ക് ധൈര്യവും പ്രവേശനമുണ്ട്. എവിടേക്കാ? ദൈവത്തിലേക്ക് പ്രവേശനമുണ്ട്. അപ്പൊ ഇത് പ്രസംഗിക്കുമ്പോൾ ചിലർക്ക് അതൊക്കെ വ്യർത്ഥമായിട്ട് തോന്നാം. അതിന് പറയണം മരണത്തിൽ നിന്നും മരണത്തിലേക്കുള്ള വാസനയാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് റിപ്പൻറ്റൻസിന് വേണ്ടിയിട്ടാണ് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ് കുറച്ച് വാക്യങ്ങൾ എടുത്തുകൊണ്ട് വാക്യം പറഞ്ഞത്. സ്തോത്രം. അതായത് അപ്പോസ്തല പ്രവൃത്തിയുടെ 2-ാം അധ്യായം 17-ാം അധ്യായത്തിൽ 32-ാം വാക്യത്തെ പറഞ്ഞത്, താൻ നിയമിച്ച പുരുഷൻ മുഖാന്തരം ലോകത്തെ നീതിയിൽ ന്യായം വിധിപ്പാൻ ഒരു ദിവസത്തെ നിശ്ചയിച്ചു, അവനെ മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിച്ചതിനാൽ എല്ലാവർക്കും അതിന്റെ ഉറപ്പ് നൽകിയും ഇരിക്കുന്നു. അപ്പോൾ അവിടെ മനുഷ്യൻ എന്ന വാക്കോടെ ഉപയോഗിച്ചിരിക്കുന്നത്, അതായത് മനുഷ്യത്വത്തിൽ നമുക്ക് ക്രിസ്തുവിൽ ആശ്രയിച്ച് പൂർണ്ണ ജയം പ്രാപിപ്പാൻ സാധിക്കും. അവനെ മനുഷ്യൻ എന്നാ പറഞ്ഞിരിക്കുന്നത്. അവന് മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിച്ചുകൊണ്ട് ഡിക്ലെയർ ചെയ്യാണ്, യെസ് യു ക്യാൻ ഓൾസോ. നമ്മെ ക്രിസ്തുവിനെ കൂടാതല്ല, നമ്മുടെ ഡിപ്രൈവ്ഡ് ആയിരിക്കുന്ന നേച്ചർ നമുക്ക് അസാധ്യമാണ്. നമുക്ക് ഒരു സെക്കൻഡ് പോലും ക്രിസ്തുവിനെ കൂടാതെ വാഴാം എന്നൊരവസ്ഥയിലല്ല നമ്മളെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നത്. ഒരു സെക്കൻഡ് പോലും അവന് പിരിഞ്ഞ് ജീവിക്കാൻ സാധ്യമല്ല എന്ന അവസ്ഥയിലാണ് നമ്മെ ക്രിസ്തുവിൽ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നത്. ഇത് ഓരോ വിശ്വാസിയും നമ്മളെ നല്ലവണ്ണം ഉറക്കണം. ഓരോ വിശ്വാസിയും ഒരു ഡിസിഷനിൽ നമ്മൾ തെറ്റിക്കഴിഞ്ഞാൽ നമ്മൾ വഴുതി പോവുകയാണ്. പക്ഷേ ദൈവം ദീർഘക്ഷമയുള്ളവനാകിയാൽ വീണ്ടും ഇത്തരം ഉപദേശങ്ങളിൽ കൂടെയോ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിൽ പ്രവർത്തിച്ചോ നമ്മൾ വീണ്ടും യഥാസ്ഥാനപ്പെടുത്തുകയാണ്. ഈ ശുശ്രൂഷയാണ് ഞങ്ങൾ ഏൽപ്പിച്ചിരിക്കുന്നത്. അത് കേൾക്കുമ്പോൾ, അത് ജീവിതത്തിൽ കൂടെ ഞങ്ങൾ അനുഭവിച്ച് കാണിക്കുമ്പോൾ, ഇങ്ങനെയാണ് ശുശ്രൂഷകൻ, ഇങ്ങനെയാണ് പാസ്റ്റർ ആയിരിക്കേണ്ടത്, ഇങ്ങനെയാണ് ഉപദേശിയായിരിക്കേണ്ടത്. അത് നിങ്ങളുടെ അസസ്മെന്റ് ആണ്. നിങ്ങൾക്ക് ഇതുവരെയും കിട്ടിയിരിക്കുന്ന നോളേജിൽ നിന്നുള്ള അസസ്മെന്റ് ആണ്, ക്രിസ്തുവിലുള്ള അസസ്മെന്റ് അല്ല. അതിനെന്ത് വേണം? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ നടത്തപ്പെടണം. അപ്പൊ കഴിഞ്ഞ ദിവസം ഈ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. ആ മെഷറിംഗ് റോഡ് എന്ന് പറയുന്നത് എന്താണ്? അത് ഇത്തരം പറഞ്ഞതുപോലെ മിക്കവാറും ആർക്കൊന്നും ഇഷ്ടമില്ല, പലരും വിട്ടുപോയി. ഇവൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ട് മുമ്പൊക്കെ അറ്റ്ലീസ്റ്റ് 10-20 പേരും കാണുന്നത് പോലും 4-5 പേരായിട്ട് ചുരുങ്ങിക്കൊണ്ടിരിക്കുക. ഈ പരിപാടി ഒന്നും ഇങ്ങോട്ട് വേണ്ട. അപ്പൊ ഞാൻ അതിനെ കുറച്ച് ബൈബിളിക്കലായിട്ടുള്ള ഒരു ഓതന്റിസിറ്റി ഇത് കൊടുക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ ഈ പറയുന്ന കാര്യം ദൈവവചന പ്രകാരം അല്ലെങ്കിൽ ഒരു വാക്യം മാത്രം എടുത്ത് ഞാൻ വിവേചിച്ചത് മാത്രമാണോ,
അതിനെ ഇന്റർപ്രറ്റ് ചെയ്ത് മാത്രമാണോ? ബൈബിളിൽ കർത്താവ് തന്നെ നേരിട്ട് പറഞ്ഞിരിക്കുന്ന, അപ്പസ്തോലന്മാർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കൂടുതൽ എടുക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമുക്ക് യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാക്യമാണല്ലോ. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ 16 തുടങ്ങിയുള്ള വാക്യങ്ങളൊന്ന് വായിക്കാം. ജോൺ, നിങ്ങൾ ബൈബിൾ എടുത്തിട്ടുണ്ടെങ്കിൽ എടുത്തോളൂ. ജോൺ ചാപ്റ്റർ 3 വേഴ്സ് 16 ഓൺവേഴ്സ്. നിങ്ങൾക്കറിയാലോ 16 എന്ന വാക്യം ഏറ്റവും പ്രധാനപ്പെട്ട വാക്യമാണ്. തൻ്റെ ഏകജാതന്റെ പുത്രനെ വിശ്വസിക്കുന്ന ഏവരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കോണം ലോകത്തെ സ്നേഹിച്ചു. ബൈബിളിലെ ഏറ്റവും സുപ്രധാനമായ വാക്യങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട വാക്യമാണ്. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും, അവിടെ ഒരു വ്യത്യാസമല്ല, ഏതു മനുഷ്യനും. കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചതായിരുന്നു, ഭൂലോകത്തിൽ എങ്ങും കുടിയിരിപ്പാൻ ഒരു മനുഷ്യനെന്ന് മാനവജാതി മുഴുവനും ഉളവാക്കി. കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചതാണ്. എന്നിട്ട് അവർക്ക് കാലങ്ങളെയും അതിരുകളെയും നിശ്ചയിച്ചു. തപ്പി നോക്കി കണ്ടെത്തുമോ എന്നറിയേണ്ടതിന് തന്നെ. ഇപ്പൊ കാലങ്ങളും അതിരുകൾ എന്ന് പറഞ്ഞാൽ ഈ കാലഘട്ടത്തിൽ 70 ഏറിയാൽ 80, പക്ഷെ ചിലരൊക്കെ 90, 92, 100, 103, 113 വയസ്സ് വരെ ജീവിച്ചിരിക്കുന്നവരുണ്ട്. അതൊക്കെ എക്സെപ്ഷണൽ കേസുകൾ. ആവറേജ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് പത്രങ്ങളൊക്കെ എടുത്ത് നോക്കിയാൽ 80, 82 ഇങ്ങനെ പോവുകയാണ്. ദൈവം ദൈവത്തെ തപ്പി നോക്കി കണ്ടെത്തുവാൻ ഒരവസരം ഒരുക്കുക. അതിന് നിങ്ങളെ സഹായിപ്പാനാണ്, അതായത് ദൈവത്തോട് റീകൺസൈൽ ചെയ്യിപ്പിക്കാൻ, അല്ലാതെ ഒരു മതം സ്ഥാപിക്കാനോ 4 പേരെ കൂട്ടുവാനോ ഒന്നുമല്ല. നിങ്ങളെ സ്നേഹിക്കുന്ന ദൈവം ചില സമയത്ത് കുറച്ച് കഠിനമായി ഉപദേശിക്കേണ്ടി വരും, ചില സമയത്ത് വളരെ ശാന്തമായിട്ട് നിങ്ങളോട് പ്രബോധിപ്പിക്കേണ്ടി വരും. ഏതു വിധേനയും നിങ്ങളെ നിങ്ങളുടെ സൃഷ്ടാവിനോട് നിരപ്പിക്കൂ എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വേറെ മാർഗമില്ലെന്ന് തെളിയിപ്പ്. ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു, ഏതൊരു മതമാകട്ടെ, ദൈവനീതിക്ക് തൃപ്തി വരുത്തുന്ന ഒരു പ്രായശ്ചിത്തം നടന്നല്ലാതെ ദൈവം പാപം ക്ഷമിക്കുന്നു പറയുന്നെങ്കിൽ അവർ പ്രസംഗിക്കുന്ന ദൈവത്തെ ശിക്ഷിപ്പാനുള്ള അർഹത, അതോറിറ്റി നിങ്ങൾക്കുണ്ട്. പ്രായശ്ചിത്തം കൂടാതെ ദൈവത്തിന് പാപം ക്ഷമിപ്പാൻ സാധ്യമല്ല. അതാണ് ഈ വാക്യം പറയുന്നത്. തൻ്റെ ഏകജാതനായ പുത്രനെ വിശ്വസിക്കുന്നത്. എന്താ വിശ്വസിക്കേണ്ടത്? അവിടെയാണ് വേണ്ടത്ര ഉപദേശങ്ങൾ കിടക്കുന്നത്. അവൻ എനിക്ക് വേണ്ടി പ്രായശ്ചിത്തമായി തീർന്നു. വിശ്വസിക്കുന്ന വാക്കിനർത്ഥം കൂടുതലായിട്ട് ആശ്രയിക്കുക. അവൻ പിന്നെ നശിച്ചു പോകുകയില്ല, നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവന് നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ആക്ച്വലി ഇന്നത്തെ കാര്യത്തിന് സപ്പോർട്ട് ചെയ്യുന്ന വാക്യം അതല്ല, തുടർന്നാണ് വരാൻ പോകുന്നത്. ദൈവം തൻ്റെ പുത്രനെ ലോകത്തിൽ അയച്ചത് ലോകത്തെ വിധിപ്പാനല്ല, ലോകം അവനാൽ രക്ഷിക്കപ്പെടുവാനത്രേ. അപ്പൊ ഞങ്ങൾ ഈ പ്രസംഗിക്കുന്നത് നിങ്ങൾക്കിത് കഠിന വാക്കോ മരണത്തിൽ നിന്ന് മരണത്തിലേക്കുള്ള വാസനയ്ക്കായിട്ടല്ല. കുറവേള ചൂണ്ടിക്കാണിക്കുന്നത് മരണത്തിൽ നിന്ന് മരണത്തിലേക്കുള്ള വാസനയ്ക്കായിട്ടല്ല, റിപ്പൻഡൻസിലേക്ക് കടന്നു വന്ന് ജീവനിൽ നിന്ന് ജീവനിലേക്കുള്ള വാസനയായിട്ട് തീരുവാനാണ്. എന്നിട്ട് പറയാണ്, അവന് വിശ്വസിക്കുന്നവന് ന്യായവിധിയില്ല, വിശ്വസിക്കാത്തവന് ദൈവത്തിന്റെ ഏകജാതനായ പുത്രന്റെ നാമത്തിൽ വിശ്വസിക്കായ ന്യായവിധി വന്നു കഴിഞ്ഞു. ഇവിടെ തുടങ്ങിയാണ് കുറച്ച് സീരിയസ് ആയിരിക്കുന്ന ഉപദേശം. വിശ്വസിക്കാത്തവന് ദൈവത്തിന്റെ ഏകജാതനായ പുത്രന്റെ നാമത്തിൽ വിശ്വസിക്കായാൽ ഇനി ന്യായവിധി വരുമെന്നല്ല, ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ വന്നു കഴിഞ്ഞു. നമ്മുടെ ലൈഫിൽ തന്നെ നടന്നു കഴിഞ്ഞു. അത് റിവീൽ ആകുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മുടെ ഡ്യൂട്ടി എന്താ? നമുക്ക് വേണ്ടി പാപപരിഹാരമായി തീർന്ന് ഉയർത്തെഴുന്നേറ്റവനെ ക്രിസ്തുവിൽ മാത്രം ആശ്രയിക്കുക. അവിടെ നമ്മുടെ ബലഹീനത, ധൈര്യം കിട്ടുന്നില്ലേ? കർത്താവ്, ഇതാണ് എൻ്റെ നേച്ചർ, പ്ലീസ് ലോർഡ്, ഞാൻ ഇത്രയും ബലവാനല്ല, ഞാനിതൊക്കെ അനുഭവിച്ചിട്ട് പറയും. ഞാൻ നിങ്ങളുടെ മുമ്പിൽ പ്രസംഗിക്കുമ്പോഴും ഒരു വലിയ ധൈര്യത്തിൽ ശബ്ദം ഉയർത്തി പറയും. എൻ്റെ പേഴ്സണൽ ലൈഫിലേക്ക് പോകുമ്പോൾ കർത്താവ് എൻ്റെ ബലഹീനത എനിക്ക് എത്രമാത്രം വെളിപ്പെടുത്തും. ഞാൻ വളരെ താഴ്മയോടിരുന്ന്, കർത്താവെ, ഞാൻ ഇത്രമാത്രം ശൂന്യമാണെന്ന് നീ അറിയുന്നു, ലോകത്തിൽ ദൈവമില്ലാത്ത അവസ്ഥയിൽ നിന്നാണ് നീ എന്നെ വിടുത്തിരിക്കുന്നത് നീ അറിയുന്നു. ഇനി നിന്നെ എന്ത് പരിശോധിക്കാനുള്ള കർത്താവ്? നീ എൻ്റെ ജീവൻ, നിന്നിൽ ഒരു നിമിഷം പോലും ജീവിക്കാൻ സാധ്യമല്ലെന്ന് ഞാൻ അറിയുന്നു. അതുകൊണ്ട് കർത്താവ്, നിന്റെ കരങ്ങൾ ഞാൻ ഏൽപ്പിക്കുകയാണ്. നീ വീണ്ടെടുക്കാൻ ആഗ്രഹിക്കുന്ന ജനം, നീ വില കൊടുത്ത ജനത്തെ നിന്റെ മുന്നിൽ നിർത്താനുള്ള കൃപ തരണമേന്ന് ഞാൻ പ്രാർത്ഥിക്കുക. അപ്പോൾ അടുത്ത വാക്യം ന്യായവിധി എന്നതോ, അപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞ വാക്യത്തിന് സപ്പോർട്ട് ചെയ്യാണ്. അതായത് ഭൂതലത്തിലെങ്ങും കുടിയിരിപ്പാൻ ഏകനിൽ നിന്ന് മാനവജാതി മുഴുവൻ ഉളവാക്കി ദൈവത്തെ തപ്പി നോക്കി കണ്ടെത്തുമോ എന്ന് അറിയാത്തക്കോടെ അവന് കാലങ്ങൾ അതിരുകൾ നിശ്ചയിച്ചു. എന്നിട്ട് പറയാണ്, ഇപ്പോൾ മുൻകാലത്തെ പാപങ്ങളിൽ ശിക്ഷിക്കാതെ വിടുക നിമിത്തം എന്ന് പറഞ്ഞാൽ അതിനെ ദൈവം ഗൗനിക്കുന്നില്ലല്ല,
സത്യം അറിഞ്ഞതിന് ശേഷം അതിനോട് കമ്പയർ ചെയ്യുമ്പോൾ മുൻകഴിഞ്ഞത്തെ പാപങ്ങൾ ദൈവത്തിന് അറിയായ്മയുടെ കാലങ്ങൾ ചെയ്തതിനൊക്കെ ദൈവം എക്സ്ക്യൂസ് കൊടുക്കുകയാണ്. അറിഞ്ഞതിന് ശേഷം, അതാ ഞാൻ മെഷറിംഗ് റോഡിനെ കുറിച്ച് പറഞ്ഞത്. എത്ര വെളിച്ചം കിട്ടുന്നോ ആ വെളിച്ചത്തിനോട് കറസ്പോണ്ടന്റ് ആയിട്ടായിരിക്കും ശിക്ഷയുടെ കാഠിന്യം കൂടുന്നത്. അതിവിടെ പറയുന്നത് ന്യായവിധി എന്നതോ വെളിച്ചം ലോകത്തിൽ വന്നിട്ടും യഥാർത്ഥ സത്യം നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടും മനുഷ്യരുടെ പ്രവൃത്തി ദോഷമുള്ളതാകിയാൽ അവർ വെളിച്ചത്തെക്കാൾ ഇരുളിനെ സ്നേഹിച്ചു. ഇതിന്റെ ബേസിസ് ആണ്. അതാണ് ജഡ്ജ്മെന്റിന്റെ. നമ്മൾ പറഞ്ഞല്ലോ, വിശുദ്ധന്മാരെ എടുത്തതിന് ശേഷം ഒരു 7 വർഷക്കാലം വിശുദ്ധന്മാരുടെ ന്യായവിധി ഉണ്ടെന്ന് പറഞ്ഞ്. അപ്പൊ വിശുദ്ധന്മാരുടെ ന്യായവിധിയുടെ ബേസിസ് ആണ് ഈ പറയുന്നത്. വെളിച്ചം ലോകത്തിൽ വന്നിട്ടും ശരിയായ സുവിശേഷം ശരിയായ രീതിയിൽ പ്രസംഗിക്കപ്പെട്ടിട്ടും അത് വ്യക്തിപരമായ ജീവിതത്തിൽ കൂടെ അനുഭവത്തിൽ കൂടെ കാണിച്ചു തന്നിട്ടും ഇത് എങ്ങോട്ടും വേണ്ട എന്ന് പറയുകയാണെങ്കിൽ പറയാന്നാണ് ന്യായവിധി വന്നു കഴിഞ്ഞു. കാരണം എന്താ? അവർ ചില ഇരുളിനെ സ്നേഹിക്കുന്നുണ്ട്, ചില ഇരുളിൻ്റെ പ്രവൃത്തികളെ സ്നേഹിക്കുന്നുണ്ട്, ചില സ്വന്തം താല്പര്യങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. ബ്രേക്ക് ദാറ്റ്. എത്രത്തോളം കൊണ്ടുപോകാൻ സാധിക്കും? എന്നേക്കാൾ അധികമായിട്ട് അപ്പൻ, അമ്മ, ഭാര്യ, കുഞ്ഞുങ്ങൾ, മക്കൾ, അത് ഇത് എന്ത് തന്നെയായാലും ഇറ്റ് ഈസ് വിഗ്രഹ ആരാധന. മനുഷ്യരുടെ പ്രവൃത്തി ദോഷമുള്ളതാകിയാൽ അവർ വെളിച്ചത്തെക്കാൾ ഇരുളിനെ സ്നേഹിച്ചത് തന്നെ. തിന്മ പ്രവർത്തിക്കുന്നവൻ എല്ലാം വെളിച്ചത്തെ പകയ്ക്കുന്നു, തന്റെ പ്രവൃത്തിക്ക് ആക്ഷേപം വരാതിരിക്കാൻ വെളിച്ചത്തിലേക്ക് വരുന്നതുമില്ല. അപ്പോൾ ന്യായവിധിയുടെ ജഡ്ജ്മെന്റിന്റെ ബേസിസ് എന്ന് പറയുന്നത് വെളിച്ചം ലോകത്തിൽ വന്നിട്ടും മനുഷ്യന്റെ പ്രവൃത്തി ദോഷമുള്ളതാകിയാൽ അവർ വെളിച്ചത്തെക്കാൾ ഇരുളിനെ സ്നേഹിച്ചു തന്നെ. ഇനി ജോൺ ചാപ്റ്റർ 5 തന്നെ 22 തുടങ്ങി വായിക്കാൻ ആഗ്രഹിക്കുകയാണ്. എല്ലാവരും പിതാവിനെ ബഹുമാനിക്കുന്നത് പോലെ പുത്രനെയും ബഹുമാനിക്കേണ്ടത്. പിതാവ് ആരെയും ന്യായം വിധിക്കാതെ ന്യായവിധിയെല്ലാം പുത്രന് കൊടുത്തിരിക്കുന്നു. അപ്പോൾ ഉടനെ കുറച്ച് നമ്മൾ പറഞ്ഞല്ലോ, ഒരുവനെ ആ വായിക്കൊന്നും കൂടി വേണമെങ്കിൽ വായിക്കാം. താൻ നിയമിച്ച പുരുഷൻ മുഖാന്തരം ലോകത്തെ നീതിയിൽ ന്യായം വിധിപ്പാൻ. ആ പുരുഷൻ ആരാണെന്ന് ഞാൻ പറഞ്ഞു, ക്രിസ്തുവാണെന്ന് പറഞ്ഞതിന് തെളിവ് എടുക്കുന്നതാണ് ഈ വാക്യം പറഞ്ഞിരിക്കുന്നത്. താൻ ന്യായം വിധിക്കാതെ എല്ലാവരും പിതാവിനെ ബഹുമാനിക്കുന്നത് പോലെ പുത്രനെയും ബഹുമാനിക്കേണ്ടത്. പിതാവ് ആരെയും ന്യായം വിധിക്കാതെ ന്യായവിധി എല്ലാം പുത്രന് കൊടുത്തിരിക്കുന്നു. ഇനി 1 Corinthians chapter 3 verse 11 തുടങ്ങി നിങ്ങൾക്ക് ഞാൻ പല പ്രാവശ്യം പ്രസംഗിച്ചിട്ടുള്ളതാണ്. 1 Corinthians chapter 3 verse 11 തുടങ്ങി. യേശു ക്രിസ്തു എന്ന് ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ മറ്റൊന്നിടുവാൻ ആർക്കും കഴിയുകയില്ല. ആ അടിസ്ഥാനത്തിൽ ആരെങ്കിലും പൊന്ന്, വെള്ളി, വിലയേറിയ കല്ല്, മരം, പുല്ല്, വൈക്കോൽ എന്നിവ പണിയുന്നുവെങ്കിൽ അവന്റെ പ്രവൃത്തി വെളിപ്പെട്ടു വരും. ആ ദിവസം അതിനെ തെളിവാക്കും. അത് തീയോടെ വെളിപ്പെട്ടു വരും. ഓരോരുത്തന്റെ പ്രവൃത്തി ഇന്ന വിധമെന്ന് തീ തന്നെ ശോധന ചെയ്യും. ഒരുത്തൻ പണിത പ്രവൃത്തി നിലനിൽക്കുമെങ്കിൽ അവന് പ്രതിഫലം കിട്ടും. ഒരുത്തന്റെ പ്രവൃത്തി വെന്തുപോയെങ്കിൽ അവന് ഛേദം വരും. അവിടെ ഒരു വാക്യമുണ്ട്, താനോ രക്ഷിക്കപ്പെടും എന്ന് പറഞ്ഞിട്ട് കുഴപ്പമില്ല, ഏതെല്ലാം വിധത്തിൽ പോയാലും ഞാൻ രക്ഷിക്കപ്പെടുമല്ലോ എന്ന ചിന്താഗതി. ഇങ്ങനെ വചനത്തിൽ ചില ലൂപ്പുകൾ എന്ന് പറയും. അത് ദൈവവചനത്തിൽ ലൂപ്പുകളൊന്നുമില്ല. ഇന്ത്യൻ പീനൽ കോഡിലായാലും മറ്റു കൺട്രികളുടെ ഫിസിക്കൽ ലോയിനകത്തൊക്കെയും ചിലപ്പോൾ ലൂപ്പ് ഹോൾസ് ഉണ്ടാക്കാൻ പറ്റും. ദൈവവചനത്തിന് അതിൻ്റെ സ്പിരിച്വൽ മീനിങ്ങിന് മാറ്റമൊന്നുമില്ല. സ്തോത്രം. അത് നമ്മൾ എന്താണ് ഈ പുല്ല്, വൈക്കോല് എന്ന കാര്യങ്ങളൊക്കെ, മരം, കല്ല്, വിലയേറിയ കല്ല്, ഇത് നമ്മൾ കുറച്ച് കഴിയുമ്പോൾ ചിന്തിക്കും. അപ്പോൾ വിധിക്കുന്നതിൻ്റെ മാനദണ്ഡങ്ങളെ കുറിച്ച് ഞാൻ പറയുമായിരുന്നു. അടുത്ത സഭാപ്രസംഗി 12:14 കൂടി ഇത് വായിക്കാം. സഭാപ്രസംഗി ദൈവം നല്ലതും തീയതുമായ സകല പ്രവൃത്തിയെയും സകല രഹസ്യങ്ങളുമായി ന്യായവിസ്താരത്തിലേക്ക് വരുത്തുമല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നായിരുന്നു, താൻ നിയമിച്ച പുരുഷൻ മുഖാന്തരം ദൈവം ലോകത്തെ, വിശ്വാസികളെ എന്ന് മാത്രമല്ല ലോകത്തെ, അതായത് ഭൂതലത്തിൽ എങ്ങും കുടിയിരിപ്പാൻ ഏകനിൽ നിന്ന് മാനവജാതി മുഴുവനും ഉളവാക്കി. അവർക്ക് കാലങ്ങളും അധികളും വെച്ചു. ദൈവത്തെ തപ്പി നോക്കി കണ്ടെത്തുമോ എന്നറിയേണ്ടതിന് തന്നെ.
എന്നിട്ട് സത്യം പ്രസംഗിച്ചുകൊണ്ട് പറയാണ്, ഇതേ ഒരു മാർഗമുള്ളൂ, മുൻകഴിഞ്ഞ പാപങ്ങൾ ശിക്ഷിക്കാതെ വിടുക നിമിത്തം ദൈവം ഇപ്പൊ പറയാണ്, എല്ലായിടത്തും എല്ലാവരോടും മാനസാന്തരപ്പെടുവാൻ കൽപ്പിക്കുന്നു എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ ഈ ക്രൂശിക്കപ്പെട്ടവരെ ക്രിസ്തുവിന്റെ സുവിശേഷം അല്ലെങ്കിൽ ഒരു അറ്റോൺമെന്റ് കൂടാതെ ദൈവത്തോട് നിരക്കുവാൻ സാധ്യമല്ലെന്ന് പ്രസംഗിക്കുമ്പോൾ പലർക്കും ഇത് മരണത്തിൽ നിന്നും മരണത്തിലേക്കുള്ള വാസനയാകുന്നു. ഇത് എന്തോ കാര്യം എനിക്ക് മനസ്സിലാകുന്നില്ല. ഇങ്ങനെയുള്ള സകല കാര്യങ്ങളും ചിന്തകളും എന്തുകൊണ്ട് അങ്ങനെ ചിന്തിച്ചു, എന്തുകൊണ്ട്, എന്ത് കാരണം കൊണ്ട് നീ ഡിസിഷൻ, അതായത് വെളിച്ചത്തെ സ്വീകരിച്ചില്ല? വെളിച്ചം ലോകത്തിൽ വന്നിട്ടും മനുഷ്യന്റെ പ്രവൃത്തി ദോഷമുള്ളതാകിയാൽ വെളിച്ചത്തെക്കാൾ ഇരുളിനെ സ്നേഹിച്ചു. ഇതാണ് ജഡ്ജ്മെന്റിന്റെ ബേസിസ്. അപ്പൊ നീ എന്തുകൊണ്ടാണ് യഥാർത്ഥ സുവിശേഷം നിന്റെ മുമ്പിൽ വന്നിട്ട്, ജീവനിൽ നിന്ന് ജീവനിലേക്കുള്ള വഴി നിന്റെ മുമ്പിൽ വന്നിട്ടും നീ എന്തുകൊണ്ട് റിജക്റ്റ് ചെയ്തു? അവിടെ എന്തായിരുന്നു നിനക്ക് ഒബ്സ്റ്റാക്കിളായിട്ട് നിന്റെ ഉള്ളിൽ പറഞ്ഞിരുന്നത്? അതും കൂടെ പറഞ്ഞിരിക്കുകയാണ്, ദൈവം നല്ലതും തീയതുമായ സകല പ്രവൃത്തിയെയും സകല രഹസ്യങ്ങളുമായി ന്യായവിസ്താരത്തിലേക്ക് വരുത്തുമല്ലോ. ദർ ഇസ് നോ എക്സിസ്. അവിടെ ആർഗ്യുമെന്റ് ഒന്നുമില്ല. ഇപ്പോൾ പ്രസംഗിക്കുന്ന ഞങ്ങളെ പോലെയുള്ള ബലഹീനരായ മനുഷ്യരോട് വേണമെങ്കിൽ ആർഗ്യൂ ചെയ്യാം, ദൈവവചനത്തിൽ തന്നെ പലതും കൊണ്ടുവരാം. നിങ്ങൾ ഇന്നലെ കുറിച്ച തകരകളൊന്നും എന്നൊക്കെ ചില ഡയലോഗുകളുണ്ടല്ലോ. ഞങ്ങളുടെ പുരോഹിതന്മാർ 10-15 കൊല്ലം സെമിനാറിൽ പഠിച്ചവരാ, ഡിഗ്രി ഉണ്ട്, PhD ഉണ്ട്, ഇതൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് എന്താ ഉള്ളത്? ഞങ്ങൾക്ക് ഒന്നേ ഉള്ളൂ, കർത്താവുണ്ട്, മറ്റൊന്നുമില്ല. അത് ജീവിതത്തെ കൂടെ പ്രദർശിപ്പിച്ച് പറയാണ്. പോൾ പറയാണ്, നിങ്ങൾക്ക് ലോകത്തിൽ നശിച്ചു പോകുന്നവരുടെയും രക്ഷിക്കപ്പെടുന്നവരുടെയും സൗരഭ്യവാസനയാണെന്ന്. സ്തോത്രം. ഇനി കുറച്ചധികം വാക്യങ്ങളോട് വായിക്കാനുണ്ട്. ഞാൻ ഈ വാക്യങ്ങൾ വായിച്ചിട്ട് യാക്കോബിന്റെ ലേഖനം 4:17 കൊണ്ടുവന്ന 2 പ്രധാനപ്പെട്ട വാക്യങ്ങൾ മാത്രമേ ഞാൻ വായിക്കുന്നുള്ളൂ. കഴിഞ്ഞ ദിവസങ്ങൾ പറഞ്ഞ കാര്യം ഒന്ന് വചനപ്രകാരം സ്ഥിരീകരിക്കാൻ വേണ്ടി മാത്രം വാക്യങ്ങൾ വായിക്കുന്നത്. നന്മ ചെയ്യുവാൻ അറിഞ്ഞിട്ടും ചെയ്യാത്തവന് അത് പാപം തന്നെ. നന്മ ചെയ്യുവാൻ അറിഞ്ഞിട്ടും, അതെവിടുന്ന് കിട്ടിയേ? വെളിച്ചം അല്ലേ? വെളിച്ചം ലോകത്തിൽ വന്നിട്ടും വെളിച്ചത്തേക്കാൾ അധികം ഇരുളിനെ സ്നേഹിച്ചു. അപ്പൊ നന്മ ചെയ്യുവാൻ അറിഞ്ഞു, സുവിശേഷത്തിൽ കൂടെ മനസ്സിലായി. അടിസ്ഥാനം വളരെ ലളിതമായ ഭാഷയിൽ പറയാം, യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചല്ലാതെ, അവന്റെ പ്രായശ്ചിത്തത്തിൽ വിശ്വസിച്ചല്ലാതെ രക്ഷയില്ലെന്ന് പറഞ്ഞാൽ മറ്റു പല പ്രദേശങ്ങളും കൊണ്ടുവന്ന്, ഞങ്ങളുടെ പ്രവാചകൻ അങ്ങനെയല്ല പറഞ്ഞിരിക്കുന്നത്, ഞങ്ങളുടെ അമ്മ അങ്ങനെയല്ല പറഞ്ഞിരിക്കുന്നത്, അത് നിങ്ങൾ ബൈബിൾ മാത്രം നോക്കുന്നു, ഞങ്ങൾ പിതാക്കന്മാരെ ഉപദേശം കൂടെ നോക്കുന്നുണ്ട്. ഏത് പിതാക്കന്മാരാ? സഭാപിതാക്കന്മാരോ അപ്പസ്തോല പിതാക്കന്മാരോ? ദൈവവചനത്തെക്കാളും കൂടുതൽ ഓതന്റിസിറ്റി ആർക്കുള്ളത്? ഇതിന്റെ ചരിത്രങ്ങളൊക്കെ പുറകോട്ട് ചിന്തിച്ചു പോയി കഴിഞ്ഞാൽ അയ്യോ എന്ന് പറഞ്ഞ് വിലപിച്ചുകൊണ്ട് ഓടും. ഞാൻ പല ക്ലാസ്സുകളൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. എവിടുന്നാ ഈ പറയുന്ന സോ കോൾഡ് ഡിനോമിനേഷൻസ് ഒക്കെ വന്നെന്ന്, ഈ സോ കോൾഡ് ആരാധന എവിടെ നിന്ന് വന്നു, അതിന്റെ എല്ലാ ഹിസ്റ്ററി എടുത്ത് പറഞ്ഞിട്ടുള്ളതാണ്, പഴയ എപ്പിസോഡുകളിലുള്ളതാണ്. അപ്പൊ നന്മ ചെയ്യാൻ അറിഞ്ഞിട്ടും ചെയ്യാത്തവന് അത് പാപം തന്നെയാണ്. ഇനി യേശു ക്രിസ്തുവിനെ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും കൂടെ നോക്കാം. ജോൺ ചാപ്റ്റർ 9:41. യേശു അവരോട്, നിങ്ങൾ കുരുടരായിരുന്നെങ്കിൽ നിങ്ങൾക്ക് പാപമില്ലായിരുന്നു, എന്നാൽ ഞങ്ങൾ കാണുന്നു എന്ന് നിങ്ങൾ പറയുന്നത് കൊണ്ട് നിങ്ങളുടെ പാപം നിലനിൽക്കുന്നു. എന്താ പരീശന്മാരോട് പറയാണ്? കുരുടന്റെ വിഷയം 9-ാം അധ്യായം വിവരിക്കുന്നത്, ജോൺ ചാപ്റ്റർ 9 വിവരിക്കുന്നത് ആ കുരുടനെ സൗഖ്യമാക്കിയ കാര്യത്തെക്കുറിച്ച് പറയാണല്ലോ. അതൊക്കെ കഴിഞ്ഞിട്ട് അവരോട് പറയാണ്, നിങ്ങൾ കുരുടരായിരുന്നെങ്കിൽ കുഴപ്പമൊന്നുമില്ലായിരുന്നു, ഞങ്ങളെല്ലാം അറിഞ്ഞു, ഞങ്ങൾക്ക് ന്യായപ്രമാണം എല്ലാം അറിയാം, നീ അതാ പാപി, നീ വേശ്യപുത്രൻ, ഞങ്ങളോ എല്ലാം അറിയുന്നവരാ. അപ്പൊ എന്തിനാണ് വെളിച്ചം വന്നിട്ട് അവർക്ക് വെളിച്ചത്തെ സ്വീകരിക്കാൻ പറ്റില്ല? അവരുടേതായ ചില നിഗമനങ്ങളുണ്ട്. ആ നിഗമനങ്ങളെ പോഷിപ്പിക്കത്തക്കവിടം വെളിച്ചത്തെ റിജക്ട് ചെയ്യുക. മരണത്തിൽ നിന്നും മരണത്തിലേക്കുള്ള വാസന. 15:22 തുടങ്ങി, ഞാൻ വന്ന് അവരോട് സംസാരിക്കാതിരുന്നെങ്കിൽ അവർക്ക് പാപമില്ലായിരുന്നു, ഇപ്പോഴോ അവരുടെ പാപത്തിന് ഒഴികഴിവില്ല. എന്നെ പകയ്ക്കുന്നവൻ എൻ്റെ പിതാവിനെയും പകയ്ക്കുന്നു,
മറ്റാരും ചെയ്തിട്ടാത്ത പ്രവൃത്തികൾ ഞാൻ അവരുടെ ഇടയിൽ ചെയ്തിരുന്നില്ല എങ്കിൽ അവർക്ക് പാപമില്ലായിരുന്നു. ഇപ്പോഴും അവർ എന്നെയും എൻ്റെ പിതാവിനെയും കാണുകയും പകയ്ക്കുകയും ചെയ്യുന്നു. ഇതെല്ലാം ഞാൻ പറഞ്ഞു വരുന്നത്, ഇനി അധികം വചനങ്ങൾ വായിക്കുന്നില്ല. അതായത് നാം ഈ ഒരു പ്രത്യേക സബ്ജക്റ്റ് ചിന്തിച്ചു തുടങ്ങിയത്, ദൈവത്തിൻ്റെ മുമ്പിൽ ഞങ്ങൾ ക്രിസ്തുവിൻ്റെ സൗരഭ്യവാസനയായി യഥാർത്ഥ ക്രൂശിക്കപ്പെട്ടവനായി ക്രിസ്തുവിൻ്റെ സുവിശേഷം പ്രസംഗിക്കുകയും അത് ജീവിതത്തിൻ്റെ കൂടെ വെളിപ്പെടുത്തുകയും, ഉപദേശം മാത്രമല്ല, ഉയർത്തെഴുന്നേറ്റവനായ ക്രിസ്തുവിനെ അവനുമായിട്ടുള്ള ഓരോ ബന്ധങ്ങളും, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, യേശു എന്ന ബന്ധം, അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കുന്നതായിട്ടുള്ള ബന്ധം, ടെംപ്റ്റേഷൻസ് വരുമ്പോൾ എങ്ങനെയാണ് തൻ്റെ ജനത്തെ രക്ഷിക്കുന്നത്, വീരനാം ദൈവം എന്ന ബന്ധം, സർവത്തിനു മീതെ ദൈവം എന്ന ബന്ധം, സർവശക്തിയുള്ള ദൈവമായ കർത്താവ് എന്ന ബന്ധം, മരണത്തിന്റെ പാതാളത്തിന് താക്കോലുള്ളവൻ എന്ന ബന്ധം. ഈ ഓരോ വിഷയത്തിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കുന്ന കാര്യം. ഇപ്പൊ മരണത്തിന്റെ പാതാളത്തിന് താക്കോലുള്ളവൻ, അല്ല, എന്നിൽ വിശ്വസിക്കുന്നവൻ ഞാൻ തന്നെ പുനരുദ്ധാനം ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും, ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും മരിക്കുകയില്ല. അപ്പൊ ഇതേ റിലേഷനൊക്കെ, ഇതേ വചനങ്ങളൊക്കെ നിൽക്കുമ്പോൾ ഈ വചനം വ്യക്തിപരമായിട്ട് നമ്മുടെ ജീവിതത്തെ അനുഭവമായി തീരണമെങ്കിൽ ഇതിന്റെ നെഗറ്റീവ് സൈഡ് നമ്മുടെ മുമ്പിൽ വെളിപ്പെടണം. നെഗറ്റീവ് സൈഡ് നമ്മൾ മുമ്പിൽ വെളിപ്പെടണം. മരണം നമ്മുടെ മുമ്പിൽ വെളിപ്പെടണം. അപ്പോൾ അവനിൽ ആശ്രയിച്ചാൽ, ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും മരിക്കുകയില്ല. ഞാൻ തന്നെ പുനരുദ്ധാന ജീവനുമാകുന്നു. ഞാൻ മരിച്ചവനായിരുന്നു. യോഹന്നാൻ വെളിപ്പാട് 1:18. ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ ഉയർത്തെഴുന്നേറ്റ് എന്നേക്കും ജീവിച്ചിരിക്കുന്നു. മരണത്തിന്റെ പാതാളത്തിന് താക്കോൽ എൻ്റെ കയ്യിലുണ്ട്. അപ്പൊ നിന്റെ മുമ്പിൽ മരണം വരുമ്പോൾ, ഹേ മരണമേ നിന്റെ ജയം എവിടെ എന്ന് നിനക്ക് പ്രാക്ടിക്കലായിട്ട് പറയണമെങ്കിൽ ആ മരണത്തെ ഉയർത്തെഴുന്നേറ്റവനായി ക്രിസ്തുവിൽ ആശ്രയിച്ചുകൊണ്ട്, മരണത്തിന്റെ പാതാളത്തിന് താക്കോലുള്ളവനായി ക്രിസ്തുവിൽ ആശ്രയിച്ചുകൊണ്ട് ആ മരണത്തെ നീ ജയിക്കണം. ഇത് പറയുമ്പോഴാണ് ചിലവർക്ക് ഈ സത്യം, ക്രിസ്തുവിന്റെ സൗരഭ്യവാസന, ദൈവത്തിന്റെ മുമ്പിൽ ക്രിസ്തുവിന്റെ സൗരഭ്യവാസന വെളിപ്പെടുത്തുമ്പോൾ അവർക്കത് ഇടർച്ചയാവുന്നു. മരണത്തിലേക്കുള്ള വാസനയെ പറഞ്ഞു. ഇത് സ്വീകരിക്കുന്നവർക്ക് കർത്താവ് ഇങ്ങനൊരു അനുഭവം ഉണ്ടെങ്കിൽ, ഇതാണ് യഥാർത്ഥമെങ്കിൽ, ഞാൻ ബലഹീനനാ, പ്ലീസ് ലോർഡ് എനിക്കിതൊന്ന് അനുഭവിച്ചറിയണം. പോൾ ഇതാണ് ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായത്തിൽ മുഴുവൻ പറയുന്നത്. ക്രിസ്തുവിനെ വല്ലവിധേനയും ക്രിസ്തുവിനെ നേടേണ്ടതിന്, അവന്റെ പുനരുദ്ധാനത്തിന്റെ ആ കൂട്ടായ്മ എനിക്ക് കിട്ടാൻ, അവന്റെ കഷ്ടാനുഭവത്തിന്റെ കൂട്ടായ്മ, പുനരുദ്ധാനത്തിന്റെ കൂട്ടായ്മ വേണം, കഷ്ടാനുഭവത്തിന്റെ കൂട്ടായ്മ അനുഭവിക്കണം. ഇതൊക്കെ നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. എക്സെപ്റ്റ് ഒറിജിനൽ സിന്നിന് വേണ്ടി അവൻ ചെയ്ത പ്രായശ്ചിത്തം, അത് നമ്മളെ മനുഷ്യരായി നമുക്ക് ആർക്കും സാധ്യമല്ല. അത് യേശുവിന് മാത്രമേ സാധ്യമുള്ളൂ. അവനിൽ മാത്രമേ പാപമില്ലാത്തുള്ളൂ. അവൻ മാത്രമേ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടുള്ളൂ. അപ്പോൾ ക്രിസ്തുവിൽ ആശ്രയിച്ചിട്ട് നമുക്ക് ഏതൊരു വിഷയത്തെയും ജയശാലികളായി മുന്നേറാൻ പറ്റും. അതാണ് പോൾ പറയുന്നത്, ഞങ്ങൾ എല്ലായ്പ്പോഴും ക്രിസ്തുവിൽ എല്ലായ്പ്പോഴും ജയോത്സവമായി നടത്തും എന്ന് പറയുന്നത്. രക്ഷിക്കപ്പെടുന്നവരിടയിലും ക്രിസ്തു ഞങ്ങളെ എപ്പോഴും ജയോത്സവമായി നടത്തുകയും എല്ലായിടത്തും ഞങ്ങളെ കൊണ്ട് അവന്റെ പരിജ്ഞാനത്തിന്റെ വാസന വെളിപ്പെടുത്തുക ചെയ്യുന്ന ദൈവത്തിന്റെ സ്തോത്രം. ഇത് കഠിന വാക്കല്ല. ഇത് ചില തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് വേണ്ടി മാത്രമുള്ളതല്ല. ഏതൊരു ബലഹീന വിശ്വാസിക്കും, ഏതൊരു വ്യക്തിക്കും ക്രിസ്തുവിൽ ആശ്രയിച്ചാൽ എപ്പോഴും ജയോത്സവമായി നടക്കാം. ഈ ആശ്രയിക്കുന്ന വിഷയത്തിലാണ് നമ്മുടെ സെൽഫ് പൊങ്ങി വരുന്നത്. അപ്പോൾ പല പല ഉപദേശങ്ങളും കൊണ്ടുവരും, അതൊക്കെ ഒന്ന് മാറ്റിവെക്കുക. പല ഓർഗ്യുമെന്റ്സ് കൊണ്ടുവരും, അതൊക്കെ മാറ്റിവെക്കുക. പല ഡോക്ട്രൈൻസ് കൊണ്ടുവരും, അത് മാറ്റിവെക്കുക. പല തിയറികൾ കൊണ്ടുവയ്ക്കും, അതൊക്കെ മാറ്റിക്കുക. നോ തിയറി, നോ ഡോക്ട്രൈൻ, നോ നോഷൻസ്. നത്തിങ് ക്യാൻ സേവ് യു ബട്ട് ക്രൈസ്റ്റ് ഓൺലി. ഞാനിത് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഉപദേശങ്ങൾ കൊണ്ടോ തിയറികൾ കൊണ്ടോ പ്രത്യേകമായ സങ്കല്പങ്ങൾ കൊണ്ട് ഒന്നിനും നിങ്ങൾ രക്ഷിക്കാൻ സാധ്യമല്ല. ഉയർത്തെഴുന്നേറ്റവനെ ക്രിസ്തു എന്ന വ്യക്തിത്വം മാത്രമേ നിങ്ങൾ രക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. അതാണ് ക്രൂശിക്കപ്പെട്ടവനെ ക്രിസ്തുവിന്റെ സുവിശേഷം. അതാണ് ക്രിസ്തുമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത്. ഇത് നിങ്ങൾക്ക് ഏവർക്കും അനുഭവിക്കാം. അവനുമായിട്ടുള്ള ഏത് ബന്ധത്തിൽ നിങ്ങൾക്ക് ഏവർക്കും ഇത് അനുഭവിക്കാം. അതിന് പ്രത്യേകമായിട്ടുള്ള കൃപാവരങ്ങളൊന്നും വേണ്ട. ഒരു ആഗ്രഹം, കർത്താവേ പ്ലീസ്. എന്നാൽ
അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള കഷ്ടത വരുമ്പോൾ പതറിപ്പോകാതെ, ഭയന്നു പോകാതെ, അവരിൽ ആശ്രയിക്കുന്നത് വഴുതി പോകാതെ, ലോർഡ് എനിക്ക് ഭയമുണ്ട്, മരണഭീതിയുണ്ട്, തലമുറയെക്കുറിച്ചുള്ള ചിന്തയുണ്ട്, മക്കളെക്കുറിച്ചുള്ള ചിന്തയുണ്ട്, അവരുടെ ഭാവി എന്താണെന്ന് ചിന്തയുണ്ട്. ലോർഡ് പ്ലീസ് പ്ലീസ്, നീ പഴയ നിയമത്തിലൊക്കെ ജനത്തെ നടത്തിയതോ അതിനേക്കാൾ ഉന്നതമായ പദവിയാണല്ലോ. ഒന്ന് നോക്ക് കർത്താവേ, ആ ക്രൂശിൽ എനിക്ക് വേണ്ടി എൻ്റെ വ്യക്തിപരമായ പാപം നോക്കി, മറ്റാരും നോക്കണ്ട, എനിക്ക് വേണ്ടി ആ ദൈവനീതിക്ക് തൃപ്തി വരുത്തുക. ആ എൻ്റെ പാപത്തിൻ്റെ ശിക്ഷയാണ് ആ ദൈവക്രോധം. ഞാൻ നീയുമായിട്ട് എന്ത് ബന്ധമുണ്ടാണ് നീ ഏറ്റെടുത്തത്? ഒരു ബന്ധമില്ലാത്ത, മനസ്സുകൊണ്ട് അകന്നവൻ, ലോകത്ത് ദൈവമില്ലാത്ത എനിക്ക് പകരമായിട്ട് നീ അത് ചെയ്തെടുത്ത ആ സ്നേഹത്തിൻ്റെ ഒരംശം മതി. അതിൻ്റെ ഒരു അംശമുണ്ടെങ്കിൽ എനിക്ക് നിത്യജീവൻ പ്രാപിക്കാം. പ്ലീസ് ലോർഡ് ഹെൽപ്പ് മീ. ഇങ്ങനൊരു പ്രാർത്ഥന സമർപ്പണമുണ്ടെങ്കിൽ നമുക്ക് ഏവർക്കും ക്രിസ്തുവിനോട് തുല്യമായിട്ടുള്ള തേജസ് പ്രാപിപ്പാനുള്ള ഫ്രീ ഓഫർ ബൈബിളിൽ ദൈവം നമുക്ക് പ്രോമിസ് തരുന്നുണ്ട്. അതിന് സഹായിപ്പാൻ പരിശുദ്ധാത്മാവ് ദൈവത്തെ നമുക്ക് തരുന്നുണ്ട്. നമുക്ക് സഹിക്കാൻ പറ്റുന്നതിനേക്കാൾ കൂടുതൽ പരീക്ഷ നൽകാതെ പരീക്ഷയോടുകൂടെ നീക്ക് പോക്കുന്നൊരു പ്രോമിസും കൂടെ നമുക്ക് തന്നിട്ടുണ്ട്. അങ്ങനെ എന്തുകൊണ്ട് നമുക്ക് ഈ പാത അനുഗമിച്ചുകൂടാ? അപ്പോൾ ആരെങ്കിലും ഇതുവരെ ഇപ്പം 3-4 ആഴ്ചകളെ ഞാൻ ഉപദേശിക്കുക, മരണത്തിനും മരണത്തിലേക്കുള്ള വാസന പോലെ എവിടെയെങ്കിലും ഒഫൻസ് വന്നിട്ടുണ്ടെങ്കിൽ, ഒഫൻഡഡ് ആയിട്ടുണ്ടെങ്കിൽ, ഏറ്റു പറഞ്ഞുകൊണ്ട് കർത്താവേ എന്നെയും നിന്റെ വലം കൈ പിടിച്ച് ജീവനൊന്നും ജീവനിലേക്ക് പാതയിലേക്ക് തിരിക്കണമെന്നുള്ള സമർപ്പണ പ്രാർത്ഥനയും കൂടെ നമുക്ക് മുന്നേറാം. ദൈവം കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാൻ പരിശുദ്ധ നെറ്റിലുമായ ദൈവം സ്വർഗീയ പിതാവേ, നിൻ്റെ ജനത്തിന് കർത്താവേ ആവശ്യമായത് കർത്താവ് നീ കൊടുക്കുന്നത്, നിനക്ക് ഹിതമായി നീ അവരോട് സംസാരിക്കുന്നല്ലോ. ഈ ശബ്ദം ഇപ്പോൾ കേൾക്കുന്നവരും തുടർന്ന് കേൾക്കുന്നവരെയും കർത്താവെ ഈ സത്യം ഗ്രഹിപ്പിച്ചുകൊണ്ട് നിൻ്റെ വലങ്കയുടെ രക്ഷാകരമായ വീര്യപ്രവർത്തികളാൽ നിൻ്റെ ജനത്തിൽ ഉത്തരം വരളുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇസ്രായേലിൽ ഞങ്ങൾ വീണ്ടും നിൻ്റെ നാമത്തെ അനുഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. നിൻ്റെ നാമത്തെ, നിൻ്റെ മഹത്വത്തെ നീ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുക. സ്തോത്രം, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. താങ്ക് യു.